ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത് കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു ദോശയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ദീപാവലി സ്പെഷ്യലായിട്ട് അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്, അടദോശ എന്ന് പറയും. അപ്പം നമ്മുടെ തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് ഉള്ളത്. അപ്പം നമ്മുടെ കേരള കൾച്ചർ അറിയാലോ, നമ്മളെല്ലാം കൂടെ മിക്സ്ഡാണ് നമുക്ക്. അപ്പം ഇത് അങ്ങനത്തെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് മറ്റൊരു ഇത് സൈഡ് ഡിഷും ഇല്ലാതെ തന്നെ ഇത് ചൂടോടെ കഴിക്കാൻ പറ്റുന്നതാണ്, ഇൻസ്റ്റൻ്റാണ്. അപ്പം ഇത് എൻ്റെ ഒരു കുഞ്ഞുകാലത്തെ കുറേ ഓർമ്മകളായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴി പിന്നീട് പറയാം. അപ്പം ഇതെന്ന് പറയുന്നത് 4 നമ്മുടെ പരിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ദീപാവലി ദിവസമാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അന്നാണ് അതിന് കൂടുതലും പ്രാധാന്യമുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അടദോശ ഉണ്ടാക്കാനായിട്ട് 4 തരം പരിപ്പാണ് നമുക്ക് ആവശ്യം. അതായത് ആദ്യത്തേത് കടലപ്പരിപ്പാണ്. അതായത് നമ്മൾ ബോളിയും കടല പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ പരിപ്പ് തന്നെ, അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാമ്പാർ പരിപ്പാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാർ ആ പരിപ്പ്, തോരൻ പരിപ്പ് എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. അത് ഒരു അരക്കപ്പ്. പിന്നെ വേണ്ടത് പച്ചരിയാണ്. അപ്പം വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, പച്ചരി മാത്രം മതി. പിന്നെ അതും അരക്കപ്പ്. ഉഴുന്ന് അല്പം ഒരു ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അതും അരക്കപ്പ്. എല്ലാം അരക്കപ്പാണ്. അപ്പോൾ 4ഉം അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് എളുപ്പം ഉണ്ടാവും. ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് കഴുകി വയ്ക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രിയാണ്, അതായത് കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാനിതിപ്പം വെള്ളത്തിലൊഴിക്കുക ഒന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതാണ് സൗകര്യം. അപ്പോൾ രാവിലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തലേദിവസം ചെയ്യണം. ഇല്ല, നമ്മൾ രാത്രിത്തേക്കാണ് ചെയ്യണമെങ്കിൽ രാവിലെ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കുതിർക്കാൻ വിട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഈ പരിപ്പുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു പ്രാവശ്യം എല്ലാം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം രാത്രിയിലാണ് വെക്കുന്നത്. എന്നിട്ടെല്ലാം ഒന്ന് മൂടി വെച്ചിട്ട് വെച്ചേക്കാം. ഇത് ഇനി ഓവർ നൈറ്റ് ഇരുന്നൊന്ന് സോക്കാവണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 25 മുളകുണ്ടല്ലോ, നമ്മൾ സാധാരണ മുളക്, അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഇതും ഒന്ന് കുതിർക്കാൻ വെച്ചേക്കണം കേട്ടോ. ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇത്രയും ഒന്ന് കുതിർക്കാൻ നമുക്ക് ഓവർ നൈറ്റ് വെക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം ഒരു 7 മണിയായപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ മുളകൊക്കെ ഒന്ന് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു ടൈപ്പിന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഓവർ നൈറ്റ് നമ്മൾ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിറിൽസൊക്കെ നോക്കാം, എല്ലാം ഇതാ ഏകദേശം നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം കുറച്ചുണ്ട് കേട്ടോ. ഇനി പച്ചരി ഒന്നും ഇവിടെ നിന്ന് കഴുകിയെടുക്കാം നമുക്ക്. അത് ഇതുപോലത്തെ പിന്നെ ഞാൻ ഇതൊന്ന് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ ഇതുപോലത്തെ ഒരു സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങി, അത് ഒരു പാക്കറ്റിൽ 12-15 കിട്ടും കേട്ടോ. അത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് നമുക്ക് ഇതുപോലത്തെ ഒക്കെ അടച്ച് വയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഉപകാരപ്പെടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഉഴുന്ന് നമുക്കിങ്ങനെ പ്രത്യേകമായിട്ട് അരച്ച് ഒന്നും എടുക്കേണ്ട. നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കൂലേ, അതുപോലെ ആദ്യം ഉഴുന്ന് അരച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമുക്ക് അരയ്ക്കേണ്ടത്. അത് മാത്രം അല്ലാതെ ആദ്യമേ ഉഴുന്നരച്ചിട്ട് പിന്നെ സിറിൽസ് അരയ്ക്കണം അങ്ങനെയൊന്നുമല്ല. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കാം കേട്ടോ. ഇതിൽ പച്ചരിയുടെ വെള്ളം മാത്രം മാറ്റിയിട്ട് രണ്ടാമതൊരു വെള്ളം എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുതിർത്ത വെള്ളം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കളയേണ്ട, വേണം കേട്ടോ. ഇനി മുളക് നമുക്ക് എടുക്കാം. മുളകും ഇതുപോലെ കഴുകി ഒന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ജാറിൽ കുറേശ്ശെ നമുക്ക് ഇട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ സിറിൽസ് എല്ലാം നമുക്ക് മാറ്റാം. ഒപ്പം തന്നെ ഈ മുളകിൻ്റെ കുറച്ച് നമുക്ക് ഇടാം. എല്ലാം കൂടെ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് 2-3 ബാച്ചായിട്ട് തന്നെ നമുക്ക് ഇടാം കേട്ടോ. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അരയ്ക്കുന്നതിന് ശ്രദ്ധിക്കണം, അങ്ങ് മഷി പോലെ അരയ്ക്കരുത് കേട്ടോ. നോക്കി ഓരോ സ്റ്റെപ്പായിട്ട് നോക്കിയാണ് അരയ്ക്കാൻ. അതുപോലെ തരി വേണം കേട്ടോ, അതുകൊണ്ടാണേ. അല്ലാതെ മഷി പോലെ അരയ്ക്കരുത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല തരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് അരയ്ക്കുകയാണ്. അപ്പോൾ ഒരു പൾസിട്ട് ഇങ്ങനെ അടിച്ച് അത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്കും അത് കണക്കാണ് കേട്ടോ. അല്പം തരിയേ ഉള്ളൂ. ഈ ഒരു കണക്കാണ് വേണ്ടത്. അതായത് ഇഡ്ഡലിയുടെ മാവിൻ്റെ ഒക്കെ ആ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത്. ഭയങ്കരമായിട്ട് തരി പാടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ അടുത്ത ബാച്ച് ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുളക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മുളകിൻ്റെ കണക്ക് പറഞ്ഞത് 25ആണ്.
ഇതൊരു മീഡിയം എരിവേ കാണുള്ളൂ. കുറച്ചുകൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മുളക് കൂടെ ചേർത്ത് 30 മുളകൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാർ തന്നെ ഒന്ന് കഴുകി ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ വെള്ളം തൊടാതെയാണ് അരച്ചതുകൊണ്ടാണ് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത്. നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അരയ്ക്കാൻ പറ്റാതെ വന്ന് ഇത്തിരി വെള്ളം ചേർക്കുകയാണെങ്കിൽ അതിന് കണക്കിന് വേണം പിന്നീട് വെള്ളം ചേർക്കാനേ. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ദോശമാവിൻ്റെ അയവിലോട്ട് വരണം കേട്ടോ. അതിനാണ് ഇപ്പോൾ ഇതുപോലെ നോക്കിയപ്പോൾ എനിക്ക് വെള്ളം കുറച്ചുകൂടെ വേണ്ടി വരും കേട്ടോ. ആ ഒരു കണക്കിലാണ് നിൽക്കുന്നത്. നല്ല ഒരു കട്ടിയായിട്ടാണ്. അങ്ങനെയല്ല വേണ്ടത്. കുറച്ചൊരു നമുക്ക് ചുറ്റിച്ച് എടുക്കാനുള്ള ലൂസ് വേണം. അപ്പോൾ അത്രയും ഒരു കണക്കാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാൻ നോക്കി തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എനിക്കൊരു ആവശ്യത്തിന് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനാണ് പ്രധാനമായിട്ടും നമ്മൾ കായപ്പൊടിയാണ് കേട്ടോ. ഇതിന് ഏറ്റവും കൂടുതൽ ഒരു മണം കൊടുക്കുന്ന കായമാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം വരും. അത്രയും ഞാൻ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെ ചേർക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് എരിവ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലാണ്. കറിവേപ്പില നമുക്ക് അതിൻ്റെ കൂടെ അല്ല അരയ്ക്കേണ്ടത്. ഇതിങ്ങനെ പിച്ചി ഇടാണ് ചെയ്യണം. അപ്പോൾ എങ്കിലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റാಗಿ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഏകദേശം ഒരു 6-7 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള കറിവേപ്പിലാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുകയാണ്. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 7 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. വീണ്ടും ഞാനൊന്ന് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം വെള്ളം ഇനിയും എനിക്ക് ചേരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എങ്കിലേ അതെനിക്കൊരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് കറക്റ്റായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. കായപ്പൊടിയുടെ മണം അല്പം ഒന്ന് കുറവായതുകൊണ്ട് അല്പം കൂടെ ഞാൻ കായപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കാനൊന്നും പാടില്ല. ഇത് ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ പൊങ്ങാനൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാനേ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും എടുത്തു. എനിക്കിപ്പോൾ ഇത്രയും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരല്പം ഇതിൽ നിന്ന് ഇപ്പോഴത്തേക്ക് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഞാൻ അടച്ച് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇത് ഉടനെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ട ഒരു ദോശയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരു അരമണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിനപ്പുറം നിങ്ങൾ വെക്കേ പാടില്ല. അപ്പോൾ കാരണം വെച്ചാൽ അത് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. കാരണം ഈ പരിപ്പൊക്കെ അങ്ങ് പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ അടച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ്. പുറത്തും ഒന്നും വയ്ക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ശ്രദ്ധിക്കുകയാണ്. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു ദോശക്കല്ല് ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാം. അതൊന്ന് ചൂടാകാൻ വയ്ക്കാം. വെച്ചിട്ട് ഇനി ഇതിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് പുരട്ടാം, അല്ലെങ്കിൽ നല്ലെണ്ണ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാവൂ. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. കുട്ടികൾക്കായതുകൊണ്ട് നെയ്യ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നല്ലെണ്ണ ഇതിൽ കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയുടെ ആ ഒരു ഫ്ലേവർ ഈ അടദോശയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മോനായതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യ് ചേർത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വേറെ ഒന്നും ചേർക്കരുത്. വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ചേർക്കരുത്. ഒന്നുകിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ ചേർക്കാവൂ. അപ്പോൾ ഇതോടെ ചേർത്ത് ഒരു സൈഡ് നായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പം അടുത്ത സൈഡ് ഇതുപോലെ. അപ്പം നന്നായിട്ട് മണം അടിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു കായത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം അടിക്കും. അപ്പോഴേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തതും ഒന്ന് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടുത്തതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം പറയാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചുനാളിൽ ഞങ്ങൾ വല്യശാലയിലാണ് താമസിച്ചത്, ഗ്രാമത്തിലാണ് താമസിച്ചത്. അപ്പം ദീപാവലിക്ക് അവിടുത്തെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു റെസിപ്പി അമ്മ ചോദിച്ചിട്ട് ഞങ്ങൾ പൂജപ്പുരയിലോട്ട് വരികയാണ് ചെയ്തത്. വന്നപ്പോഴും ഈ ദീപാവലി ദിവസത്തിൽ അമ്മ ഞങ്ങൾ രാവിലെ ദീപാവലി കുളിക്കാമെന്നൊരു ചടങ്ങ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് രാവിലെ എഴിച്ച് സൂര്യോദയത്തിന് മുന്നേ ദേഹത്ത് നല്ലെണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കുന്നൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഈ ദോശ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം ഇത് കഴിച്ചാണ് പിന്നെ ഈ മൈസൂർ പാക്ക് അത് കടയിൽ നിന്ന് വാങ്ങണം. അന്ന് ഉണ്ടാക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ചിലപ്പം വാങ്ങും. അപ്പോൾ അങ്ങനെ മൈസൂർ പാക്ക് ഇതൊക്കെ വെച്ചാണ് നമ്മൾ അന്ന് ദീപാവലി തുടങ്ങുന്നതിന്, ആ ദിവസം തുടങ്ങുന്നതിന്. അപ്പം ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. അമ്മമാരൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴുള്ള ഇപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവണം എന്തൊക്കെയാണെന്നത്.
എന്തായാലും അടുത്ത ഒരെണ്ണം കൂടെ ഞാനിപ്പോൾ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ദോശ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ടെക്സ്റ്റ് മനസ്സിലായാലും ഇതാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാം. വലിയ ഭയങ്കര കട്ടിയായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കണ്ടല്ലോ, ഈ ഒരു ടെക്സ്റ്റാണ് നമുക്ക് ചുറ്റുമൊക്കെ നന്നായിട്ട് നല്ല ചുവന്ന് ഈ ഒരു രീതിയിലാണ് വരേണ്ടത് കേട്ടോ. അപ്പം ഒരു 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 മിനിറ്റൊക്കെ വേണ്ടി വരും ഒരു സൈഡൊക്കെ ആയി വരാനായിട്ട്. അപ്പോൾ ഇത്രയും ഹോൾസ് ആയിട്ടാണ് നമുക്കിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അതിനിടയ്ക്ക് എൻ്റെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒരു ചമ്മന്തി കൊണ്ട് ചെയ്യണം. അപ്പം ഇനി അതിൽ ചമ്മന്തി, അപ്പോൾ ഇതിന് കടുക് പൊട്ടിച്ച ചമ്മന്തി അല്ല, സാധാരണ ഒരു കട്ട ചമ്മന്തിയാണ് വേണ്ടത്. അപ്പം സാധാരണ നമ്മൾ ചെയ്യും പോലത്തെ ഒരു ഉള്ളിയും മുളകും ഇത്തിരി കറിവേപ്പിലയും ഇത്തിരി ഉപ്പും ചേർത്ത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുറച്ച് മാത്രം ഞാൻ ഇത് ഈ ഒരു തരിപ്പായിട്ട് ഇത്തിരി ഒന്ന് കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഇനി കടുക് പൊട്ടിക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ദോശ ഇവിടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ഈ കട്ട ചമ്മന്തി, അതായത് നമ്മൾ ഉഴുന്ന് വടയൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ടേസ്റ്റും ഇഫക്റ്റുമാണ് ഈ ദോശ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെയോ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ചമ്മന്തി പൊടി ഉണ്ടല്ലോ അതിൽ എണ്ണയും കൂടെ ചേർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം അതും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ചമ്മന്തി പൊടി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കമ്പനിയിലെ ഒരു കുട്ടി എനിക്ക് തന്നു വിട്ടതാണ്, മോന് കൊടുക്കാൻ വേണ്ടി തന്നു വിട്ടതാണ്. അപ്പോൾ അതിൽ നല്ലെണ്ണയും കൂടെ ചേർത്ത് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അടദോശയ്ക്ക് കോമ്പിനേഷൻ ഇതാണ്. മറ്റൊരു കോമ്പിനേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഗ്രാമത്തിൽ ഈ 2 കോമ്പിനേഷൻ വെച്ചാണ് അവർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം എനിക്കതേ അറിയാവൂ. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണേ കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ ഒരു 4 ദോശയോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മതി. അപ്പം ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളില്ല. അപ്പം എല്ലാ മക്കളൊക്കെ എപ്പോഴും എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഞാൻ പിടിച്ചു വെച്ചതുകൊണ്ടാണ് ഇത് കിട്ടിയത്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് തീർന്നേനെ. അപ്പം ഇവർ ചുട്ടുകൊണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും ചിലപ്പോഴൊക്കെ എനിക്ക് പറ്റുന്ന സമയത്ത് വൈകിട്ടത്തെ നമ്മളിത് എടുക്കാറുണ്ട്. അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് എന്നെ ഇത് നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ദീപാവലി രാവിലെ ഇത് തലേദിവസം നമുക്ക് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് മിക്സിയിൽ അടിച്ച് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. ഇത് മറ്റേതെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞത് ഓതൻറ്റിക് ആയിട്ടൊരു റെസിപ്പി ഇതാണ്, ഞാൻ കണ്ടിട്ടുള്ള റെസിപ്പി ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചത് കേട്ടോ. എന്തായാലും ദീപാവലിക്കും 2-3 ദിവസം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്തത്, എല്ലാവരും ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. കൂടെ തന്നെ ഞാൻ 3-4 സ്വീറ്റ്സിൻ്റെ റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇട്ടിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.